സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇത് ഗെയിമർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ സർവൈവൽ സീരീസ് പാർട്ട് 29 ആയിട്ടാണ്. നമ്മൾ അങ്ങനെ നമ്മൾ കുറേ കാലം ശേഷം നമ്മൾ ഇത്രയും പാർട്ട്, അതായത് 29 പാർട്ടോളായിട്ടുണ്ട്. അതായത് നമ്മൾ ഏതാണ്ടൊരു ഈ മാസം ഏപ്രിലിൽ തുടങ്ങിയാണ് നമ്മുടെ സർവൈവൽ സീരീസ്. അങ്ങനെ നമ്മൾ ഇപ്പം ഏതാണ്ട് എത്ര മാസമായി, കുറേ കാലമായി. ഏതാണ്ട് 29 പാർട്ടോളം നമ്മൾ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് ചെറിയൊരു ഗ്യാപ്പൊക്കെ വന്നായിരുന്നു, പക്ഷേ ഇനി നമുക്ക് അങ്ങനത്തെ ഗ്യാപ്പൊന്നും വരാനില്ല. അപ്പം നമുക്ക് എന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാലം കുറച്ച് നാളായിട്ട് നമ്മൾ നമ്മുടെ ബിൽഡും പരിപാടിയൊക്കെയാണ് പോകുമായിരുന്നു. നമ്മൾ ഇന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ കണ്ടുപിടിക്കാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ റൂയിൻഡ് പോർട്ടൽ പറ്റാണ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് സാധനം, മറ്റേ ആ പില്ലേജർ ഔട്ട് പോസ്റ്റ്, പിന്നെ ഒരു അബാൻഡൻ്റെ മറ്റേ ആ വീടിൻ്റെ പേര് മറന്നു ഞാൻ. അതിൻ്റെ പേരെന്തായിരുന്നു? വുഡ്ലാൻഡ് മാൻഷൻ. അതൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ ഇതിനകത്ത്. അപ്പം ലൈക്ക് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇനി കുറച്ച് നാളത്തേക്ക് ഇനി ബിൽഡിംഗ് ഉണ്ടാവും. അങ്ങോട്ടേക്ക് വരാൻ പറ്റാത്ത ദിവസമാണല്ലോ. ബിൽഡിംഗ് ഉണ്ടാവും, പക്ഷെ തൽക്കാലത്തേക്ക് ഇന്നത്തെ ഒന്ന് രണ്ട് വീഡിയോസ് നമുക്ക് നോർമലി ഉള്ള ഒരു സർവൈവൽ എപ്പിസോഡ് പോലെ പോട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ എക്സ്പ്ലോറിങ്ങിന് പോവാം. നമ്മളപ്പം നമ്മുടെ എൻ്റെ ഒരു മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ പില്ലേജർ ഔട്ട് പോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ അവിടെ നമ്മുടെ ഒരു ചെറിയൊരു ഫാമല്ലല്ലോ, ഒരു മറ്റേ നമ്മുടെ പില്ലേജേഴ്സിനെ വിളിക്കാൻ വേണ്ടി, ഐ മീൻ അവർക്കൊരു ഒരു ചെറിയൊരു ചെറിയൊരു ഓ മൈ ഗോഡ്, ശരിക്കും പറയാൻ വന്നിതായിരുന്നു. അതായത് നമുക്ക് ഞാൻ ഇവന്മാർ വരുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയിലായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ വന്നതാണ്, ഇവന്മാരുടെ പില്ലേജർ ഔട്ട് പോസ്റ്റ് ഒന്ന് പോയി തപ്പണം, ഒന്ന് നിരങ്ങണമെന്നും പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ തേടിയ വലിയ കാലം ചൊല്ലി നമുക്കൊരു പോർഷനൊക്കെ വേണം, എന്നാലേ നമുക്ക് അവരുടെ ഒരു വലിയൊരു ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ മോപ്പ് ഫാമൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് ഇവന്മാരറിയാണ്ട് നമുക്ക് സൈഡിൽ കൂടെ നിന്ന് കയറിയാലേ നമുക്ക് ഇവന്മാർ അടി കൊള്ളാണ്ട് നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് കയറിയിട്ട് ടോട്ടം ഒക്കെ സെറ്റ് ചെയ്യണം. അറിയാമല്ലോ, നമുക്ക് അവിടെ പോർഷനൊക്കെ കിട്ടിയാലേ ടോട്ടമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഇവന്മാർ കാണാത്ത രീതിയിൽ കയറി പോവാം. വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൻ്റെ വിളിക്കുക, അതുപോലെ നമ്മുടെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്യുക. നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്നത് 184 സബ്സ്ക്രൈബേഴ്സ് എന്നായിരുന്നു, പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 183 ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, ആരാണോ മഹാഭാവി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവന് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ വീഡിയോസ് ഒന്നും, അത് കാരണം അവൻ അൺസബ് ചെയ്തിട്ടുണ്ട്. മഹാഭാവി, എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇതിനൊക്കെ എന്താ ചിട്ട് ചെയ്തതെന്നും. കണ്ടിട്ട് ചെയ്യാതിരുന്ന മോശമാണ്. അത് കണ്ടു കഴിഞ്ഞ് അത് നമുക്ക് ഇതാണല്ലോ, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അൺസബ് ചെയ്ത് പോകാം, ഞാൻ പറയത്തില്ല. എന്നാലും ഇച്ചിരി വിഷമമുള്ള പരിപാടിയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പോകാം. പക്ഷെ ഇത് വീഡിയോ കാണുന്നതുകൊണ്ട് അതുപോലെ സബും ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ മോശം പരിപാടി കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അടിയിൽ അങ്ങോട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് ഇവന്മാരെ കൊന്നിട്ട് ഇവന്മാരുടെ ഒരു ഇതുണ്ടല്ലോ, ഇവന്മാരുടെ പില്ലേജർ ഔട്ട് പോസ്റ്റ്, അവിടെ ഒന്ന് പോകണം. നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് തപ്പണം. അത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫുഡ് ഡൗൺ. അയ്യോ, അത് കിട്ടി. അടി വാ കഴിഞ്ഞില്ലേ? ഒരു ഒമ്നിയസ് ബാനർ മാത്രമേ ഇട്ടാന്നുള്ളൂ. ബ്ലഡി ഫൂൾസ്, അവിടെ ഒരുത്തൻ നിപ്പുണ്ട്. അടി വാ. ഉമ്മാറൊന്നും കയ്യിൽ നിന്നൊന്നും വന്നില്ല. വന്നു. യെസ്, ബാഡമിൻ 2. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കട്ടെ. ഈ ബാഡമിൻ 2 നമുക്ക് ആവശ്യമുണ്ട്, കാരണം നമ്മൾ മറ്റേ പില്ലേജറിനുള്ള ഒരു സാധനം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ബാഡമിൻ 2 എടുത്താലും നടക്കുള്ളൂ. നമ്മൾ ഇവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചെറിയൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ലേ, അതിനകത്ത് കൊണ്ടുവന്ന് ഇവന്മാർ ഇടണം. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ കുതിരക്കുട്ടനെ എടുത്തോണ്ട് നമുക്കോട്ട് പോവാം. നമുക്ക് നമ്മുടെ ഇതിനകത്ത് പോവാം. നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം ഇങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങോട്ട് പോകണോ അതോ എന്ന് എനിക്ക് കുറച്ചധികം നമുക്ക് പോകാം. നീ ഇങ്ങോട്ട് പോവാം. ഒന്നും വേണ്ട, ഒന്നും നോക്കണ്ട. ഇങ്ങോട്ടേക്ക് നമ്മൾ ഓടുവാണ്. സോ ഇങ്ങോട്ട് ആ ഒരു സൈഡിലേക്ക് നമ്മൾ കുറച്ചധികം ഓടിപ്പോവാണ്. സോ ഇച്ചിരി അധികം നമുക്കൊരു ഡിലേ ഉണ്ടാവും, കാരണം ഇത് ഞാൻ ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് 600 ഇപ്പോൾ 600 നമ്മൾ നിൽക്കുന്നത്. ഒരു 1000 അത്രയും പോകേണ്ടി വരും എന്തായാലും. ഒരു മിനിറ്റ്, നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഓക്കെ,
ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. നോക്കുന്നതിന് കുറച്ചധികം പോകണം. ഈ ഒരു ഏരിയയിലേക്ക് പോവാം. വില്ലേജർ ഔട്ട് പോസ്റ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇന്നത്തെ യാത്ര ഞാൻ നിർത്തുള്ളൂ. ഇങ്ങോട്ടേക്ക് പോയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. നമുക്ക് കിടക്കാം. കുതിര ഓടിപ്പോയായിരുന്നു ആദ്യമായിരുന്നു. എന്തെങ്കിലുമൊക്കെ വരുന്നതിന് മുമ്പ് കുതിര വിളിച്ചിട്ടുണ്ടോ? ആ കുതിര പോവാം. ആമോ എക്സ്ക്യൂസ് മീ, താങ്ക് യു. പുതിയ ഡൈ ടേസ്റ്റ്. അയ്യോ അയ്യോ, അയാളും ചാടിയായിരുന്നു എൻ്റെ മോളിൽ. അയ്യോ, ഷിഫ്റ്റ് പിടിച്ചോളാം. ഞാൻ ഈ ഷിഫ്റ്റ് ചെയ്യാം പിന്നെ കുതിരയൊക്കെ പോകുമ്പോൾ. ഓക്കെ, അടുത്ത വില്ലേജ്. യെസ്, നമ്മൾ അടുത്ത വില്ലേജ് തപ്പിയൊന്നു. നമ്മുടെ അടുത്ത വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മൾ വില്ലേജ് അപ്പം അല്ല ആക്ച്വലി ഇറങ്ങിയത്, പക്ഷെ എന്നാലും വില്ലേജ് കുറെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓ, കുറെ ടുലിപ്സ്. ഓക്കെ, നമ്മൾ വില്ലേജ് ഞാൻ കയറുന്നില്ല ഇപ്പം. നമുക്കൊന്ന് പോയി ഇവിടെ എവിടെയെങ്കിലും മറ്റന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്കൊന്ന് തപ്പിയിട്ട് സെറ്റ് ചെയ്യാൻ. ഈ ഒരു ഏരിയ പിടിച്ചു നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇങ്ങോട്ടൊന്ന് പോവാം. അയ്യോ, കുഴി എന്തിനാ പോണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ ഒരു മനസ്സ് പറഞ്ഞ് ഈ ഒരു അടുത്ത് എവിടെയെങ്കിലും ഒരുത്തനുണ്ടാവും. ഒരു വില്ലേജർ ഔട്ട് പോസ്റ്റ് കാണാം. അല്ല, ഡോങ്കി. സക്സസ്ഫുൾ നമ്മളെ കണ്ടുപിടിച്ചു. എനിക്ക് ഇവിടുന്ന് 2 കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് മറ്റേ ബേർഡ്സ്, 2 മറ്റേ അയൺ ഗോളത്തിനെ തുറന്നു കൊള്ളണം. സോ നമുക്ക് തൽക്കാലം നമുക്ക് നമ്മുടെ കുതിരേനെ ഇവിടെ സെറ്റ് ചെയ്യണം. കുതിര ഒന്ന് ഒതുക്കി വെക്കണം. ഓക്കെ, നമ്മളെ കുതിര എടുത്ത് നമുക്ക് ഇങ്ങോട്ടേ വെക്കാം. ചാടിക്കോ. ഇവിടെ കിടക്കേണ്ടതാണ്. ഇറങ്ങി പോരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് നമ്മുടെ ബെഡും കൂടെ ഒന്ന് അല്ല, ഇവിടെ വേണ്ട, മോള് റീസ്പോൺ വെക്കാം. ഇല്ലെങ്കിൽ ശരിയാത്തില്ല. ഓക്കെ, റൈസ്പൂൺ വെച്ചു. എന്തായാലും നമുക്കിനി പാകത്തേക്ക് കയറി പോവാം. മനെ ഇവിടെ ഇരുന്നാണ്. മനെ ചടിപ്പോയില്ല മനെ, പ്ലീസ്. സോ നമുക്ക് അവിടെ പണി അങ്ങോട്ട് തുടങ്ങിയേക്കാം. എനിക്കെന്തായാലും വലിയ പേടിയൊന്നും പഴയ പോലെ ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും പോയി അടിക്കാം. ആദ്യം നമുക്ക് അവിടെ ഗോൾ തുറക്കണം. ഓക്കെ, അതിനൊക്കെ പന്ന ഫുഡ്. സത്യം കൺഫേം. അയ്യോ, ഫുഡ് കഴിക്കുന്നുള്ള ഞാൻ. വരട്ടെ നമ്മൾ കറങ്ങി നമ്മളെത്തി. ഓക്കെ, ലൈഫ് ഒന്ന് അടിക്കട്ടെ. അയ്യോ, എൻ്റെ ഇത് പോയി. വെറുതെ അയ്യോ ആടാ, പക്ഷെ ഇവിടെ പ്രശ്നമുണ്ട്. വട്ടത്തിലടിക്കുന്ന ചേച്ചനെ കൺഫേം ചേച്ചേനെ. സതീഷ്, ഓ ഷിറ്റ്. ബാ. എടാ, ഞാൻ വെള്ളത്തിൽ പോയി ചാടി കൊടുത്തോളാം. ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക്. സോറി മോനെ, വെള്ളത്തിനകത്ത് ഇത്ര ഫോഴ്സ് നിനക്കറിയത്തില്ല. ചീളില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഫീൽഡിൽ കൊണ്ടുപോയില്ല, ഭാഗ്യം. ഓക്കെ, ബാ. ആവശ്യമുള്ള കിട്ടി. നമുക്ക് ഫുഡ് അടിച്ചെടുത്തേ. ഓക്കെ, പിന്നെ മോളിൽ കയറാൻ ചടങ്ങാണ്. ഓക്കെ, അടി.
അടിക്കാനുള്ള ഒരു മിനിറ്റ്. സോറി ബ്രോ, ഇനി കിട്ടൂല എന്നെ. ഇനി നിങ്ങൾ നാളെ രാവിലെ വരാം. അടിയൊക്കെ ഞാൻ അങ്ങോട്ട് അപ്പ വന്നിട്ട് വരാം ഞാൻ എന്തായാലും. ഓക്കെ പോവാം. ഇവന് പുറത്തിറങ്ങിയില്ല ഇവനിതുവരെ. രക്ഷപ്പെടും, ഇന്നലെ എന്നെ കൂടെ രക്ഷിക്കും. ഞാൻ കണ്ട, ഇതാണ് ചിലപ്പം. ഇതാകുമ്പം മറ്റവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നമുക്കൊന്നേ ഇവിടെ വെറുതെ ഒന്ന് കൊടുത്തു നോക്കാം. സീഡ് കൊടുത്താൽ കഴിക്കോ? എന്ത് കൊടുത്തു കഴിഞ്ഞാൽ കൈ വെച്ചോണ്ടിരിക്കുമല്ലോ. ക്യാരറ്റ് ആണോ? ഫുഡ് കൊടുത്തേക്കാം. ഓക്കെ, പക്ഷെ അങ്ങനെ എന്തൊരു പരിപാടി ഉണ്ട് എനിക്കറിയാം. അതായത് പോയില് ആ ഓക്കെ, അത് കൂടെ നോക്കാം. ഇനി അത് നമ്മളെ കൂടെ വയ്ക്കും. ചാവായിരുന്നാ മതി. ആക്ച്വലി ഇവിടുന്ന് ആരും ഇല്ലായിരുന്നു കേട്ടോ. ഉമ്മാരുടെ ഒരു ചെസ്റ്റ് ഉണ്ട്, അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടോ. ഓക്കെ, ഗോഡ് ഹോൺ, ബോട്ടിൽ ഓഫ് എൻജോയിങ്, ക്യാരറ്റ്, പുതിയ പ്ലാങ്ക്, കുറച്ച് ആരോ, ഗോഡ് ഹോൺ അടിച്ചു കൊടുത്താൽ. എന്റെ അഹങ്കാരം അല്ലായിരുന്നു. ഞാൻ അമ്മരെ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുമെന്നുണ്ട് പേടി. അപ്പൊ കൂടെ വരും കണ്ടോ അതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ പുറകെ ആളുണ്ട്. മറ്റേ സാമാനം വെച്ചെടുത്തും വരുന്നുണ്ട്. മണ്ടന ഒമ്മി. ഓക്കെ, രണ്ടടിക്കുള്ള ഡയമണ്ടിന്റെ വെച്ച് നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് കാര്യമുള്ളൂ. ഒരു മിനിറ്റ്, വെറുതെ 1 സെക്കൻഡ് ആയി. ഓക്കെ, ഓക്കെ, നമ്മുടെ ഗോലം നമ്മളിന്ന് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ കൂടുതൽ നേരം എന്നാൽ മറ്റവന്മാർ വന്നോണ്ടിരിക്കും. ആക്ച്വലി എനിക്ക് തോന്നേ ഈ ഹോൺ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ട് വരും കേട്ടോ അവന്മാര്. ഓക്കെ, നമുക്കെന്തായാലും നമുക്ക് തിരിച്ചു പോവാം, നമ്മുടെ ബേസിലോട്ട് പോവാം. നമുക്ക് നോക്കാം. എന്നിട്ട് ഇവിടെ മറ്റേ ഇത് പുറകെ വരുമല്ലോ. ഓക്കെ, പുറകെ വേറെ കൊണ്ടുണ്ട് കേട്ടോ. നമ്മൾ ബേസിക്കലി ഇവിടെ വന്നേന്ന് വെച്ചാൽ ഒരു സാധനം തപ്പനായി. അതായത് നമ്മുടെ ബാഡമൻ കിട്ടാൻ വേണ്ടിയാണ് ബാഡമന്റെ പോഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. പക്ഷെ നമുക്ക് ബോട്ടിൽ ഓഫ് എൻജോയിങ് മാത്രമാണ് കിട്ടിയത്. ഇവന്മാർ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ബാഡമൻ വരണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അവർക്കൊരു നോക്കി ചെയ്താൽ അതിനെ അടിക്കാൻ. ഒമ്മയെ കിട്ടി, ചന്തിക്കന്നെ കിട്ടി, അവനടിച്ചു. വൃത്തിയിട്ടവൻ. ഞാൻ അങ്ങോട്ട് വരാം. നീ വെള്ളത്തിൽ തന്നെ അടിക്കല, നീ എനിക്ക് ഉണ്ടാക്കല കൂടുതലും. ഇത്രയും പേർ അടിക്കുക അവരുടെ ആശന്റെ ചത്തു. ഇനി എനിക്കൊന്നുമില്ല. ഞാൻ ഇനി വീട്ടിൽ പോട്ടെ, ഇല്ലെങ്കിൽ നമ്മളെ പുറകെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ബേസ് ടീൻ്റെ തകർക്കുന്നില്ലേ, കുഴപ്പമില്ല. അമ്മമാരുടെ മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വന്നാലും ഇത് ഐസാണ് ഇവിടെ, അല്ല ക്ലേ. ഓക്കെ, നമ്മുടെ പരിപാടിയൊക്കെ തീർന്ന് നമുക്ക് എന്തായാലും തിരിച്ച് നമ്മുടെ ബേസിലോട്ട് പോകാം. ചടിയോ ബേസിലോട്ട് പോകുന്ന വഴി എന്തായാലും ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ നോക്കേണ്ടി വരും. അതിന് മുമ്പ് നമ്മൾ വന്ന പരിപാടിക്ക് ഇവിടെ ഒരു 2 ഇത് കണ്ടല്ലേ, എമറാൾഡൊക്കെ നല്ല വിലയാണ്. നമ്മൾ മറ്റേ മേടിച്ചോളും. പോലെ. ഓക്കെ, നമുക്ക് നമ്മുടെ അവിടുത്തെ ഒരു പണിയാണ്. നമുക്ക് തൽക്കാലം നമ്മുടെ അവിടുത്തെ വില്ലേജിൽ പോയി നമ്മുടെ വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കാം. കൂടുതൽ ഞാൻ വലിച്ചു കിട്ടുന്നില്ല, കാരണം എനിക്കറിയാം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു എക്സ്പ്ലോറിംഗ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച പരിപാടിയൊക്കെ നടക്കുകയും ചെയ്തു. അപ്പം അത് കാരണം തൽക്കാലം നമ്മുടെ വീഡിയോ നമുക്ക് ഈ വില്ലേജിൽ പോയിട്ട് നമുക്ക് നിർത്താം. ഇവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാം. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ വരാത്ത വില്ലേജാണെന്നൊരു വിശ്വാസം എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം. ഓക്കെ, കുരിപ്പ് പിന്നെ ഇതെവിടെ കൊണ്ടൊക്കെ കെട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഷുഗർ കെയിൻ, വേറെ 2 കുതിരകൾ. ഇവിടെ ഇവനെ എടുക്കാൻ നോക്കി, ഇവനെ ഇവിടെ ഇടാം. നമുക്ക് ഇവിടെ നിർത്താൻ നോക്കുന്നുണ്ട്. ഒന്ന് കയറി. ഓ, ഈ സാധനം നമുക്കില്ല, ഇല്ലല്ലോ.
ഓക്കെ, താങ്ക് യു, ബൈ ബൈ. പൊടിച്ചോട്ടെ, നമുക്കിതില്ല, ഈ സാധനം ഇല്ല നമുക്കിത് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ തെറ്റാ, വേറെ ഒന്നും ഇവിടെ ഒന്നും ഇല്ലല്ലോ എടുക്കാൻ. കുതിരേ വാങ്ങോട്ട്. നിന്നെ എവിടെ കെട്ടിടാൻ പറ്റുന്ന കെട്ടിടായിരുന്നു. കെട്ടിടുന്ന എന്തിനാ? കടവൻ അത് കയറി അകത്ത് എടാ ഇവിടെ നിൽക്കാല്ല, അകത്ത് കയറാണ് ഉദ്ദേശിച്ചത്. അത് കയറത്തില്ല ഇത്. ഓക്കെ, കുറച്ച് മരത്തിന് ചില്ലോട്ടിക്കളഞ്ഞ ചില്ലത്തില്ല. ഓക്കെ, ഇവിടെ കിടന്നോ ചേട്ടാ, പിന്നെ വരാം. ഓക്കെ, നമുക്കെന്താ നമ്മുടെ ഇതൊന്നും നമുക്ക് നമ്മുടെ തപ്പി നോക്കാം. വേറെ അതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല, പുതിയ പുതിയ സാധനങ്ങൾ. നിറയെ എമറാൾഡ്, കുറെ ആപ്പിൾ നമുക്ക് വേണം കേസ്. ആപ്പിൾ വെച്ച് നമുക്ക് ഗോൾഡ് ആപ്പിൾ ഉണ്ടാക്കി ജീവന്മാർക്കൊക്കെ ബ്രീഡിങ്ങിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഉണ്ട്, ആവശ്യമുള്ളത് ഒന്ന് മാറ്റി മുകളിൽ വെച്ചേക്കാം. ഇവിടെ ഇതിപ്പോ വന്ന വീട് തന്നെയാണോ? ഇതാ വേറെ വീട്. വീണ്ടും ആപ്പിൾ. പൊട്ടറ്റോ വേണ്ട നമുക്ക്. അടുത്ത വീട്ടിലേക്ക് പോവാം. പോയ വീടിൻ്റെയൊക്കെ കത്തുക്ക് തുറന്നില്ല, അത് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം. നമുക്ക് ഇവിടത്തെ വീട്ടിൽ എന്താ ഉള്ളത്? ഒന്നുമില്ലേ? എങ്ങനത്തെ വീടൊന്നും നമ്മൾ വയ്ക്കില്ല. ഇതിനകത്തൊക്കെയാണ് ഉണ്ടാവുന്നത്. ബ്രെഡ് വീണ്ടും കുഴപ്പമില്ല, ബ്രെഡൊക്കെ ആവശ്യമുള്ള ബ്രെഡൊക്കെ ഫുഡിന് വേണ്ടിയുള്ളതല്ലേ. ഇനി ഇവിടെ ഇപ്പം നമ്മൾ കയറിയ വീടാണെന്നാണ് വിശ്വാസം. കയറിയ വീടാണ്. അടുത്ത വീട്ടിലേക്ക് പോകാം നമുക്ക്. ഇവിടെ ഈ വീട്ടിൽ ഞാൻ കയറിയല്ലേ, ഈ വീട്ടിനാണ് നമ്മുടെ എമറാൾഡ് ഒക്കെ എടുത്തോണ്ട് പോയത്. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെയൊക്കെ നമുക്ക് മറ്റേ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ബ്രെഡ്, ആപ്പിള്, പോഷൻ. അല്ല, അത് എൻ്റെ ഇരുന്ന പോഷായിരുന്നു. ഞാൻ മണ്ടനാണല്ലോ അമ്മേ, ഞാൻ എന്തെങ്കിലും മണ്ടത്തിനെ കാണിച്ചത്? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ബ്രോയിങ് സാൻഡ് ആണുള്ളത്. അതിൻ്റെ മുകളിലത്തെ ചെസ്റ്റ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ചെസ്റ്റ് ഒന്നുമില്ല. ഇതിൻ്റെ മുകളിലോ? ഇതിൻ്റെ മുകളിലും ജസ്റ്റ് ഇല്ല. താഴത്തേക്ക് പോവാം. ഇവിടെ ഓക്കെ, ഇവിടെ നമ്മൾ കയറാത്തതാണ് എൻ്റെ വിശ്വാസം. ജസ്റ്റ് ഇവിടെ കയറിയിട്ടേ ഇല്ല. ഇവിടെ അല്ല, ഇവിടെ നിന്നാണ് നമ്മൾ മറ്റേ സാധനം പിടിച്ചോണ്ട് വരും. എൻ്റെ ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് കയറാൻ വീടൊന്നും ഇല്ല. എന്ത് ഇത്? കോൾഡ്രണാ? നമുക്കില്ല സാധനമില്ല കോൾഡ്രൺ ഇല്ല. അപ്പൊ ഇവിടെ ഇറക്കാം. ഇനി ഈ വീട്ടിലും കൂടെ കയറി കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് കഴിയും. എന്നാൽ നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങിയിട്ട് ഇത് കൊള്ളാം കേട്ടോ. ആക്ച്വലി കൊള്ളാം, നല്ലൊരു വലിയൊരു റെസ്റ്റോറൻ്റ് ഇത്. ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടി അവിടെ നമുക്ക് നിർത്തിയേക്കാം. സോ ഗൈസ്, അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ നമ്മുടെ കൂട്ടുകാർക്കും കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. ബൈ. അതിനാണ് എനിക്കറിയാം നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇത് ചെറിയതെന്ന് വെച്ചാൽ എനിക്ക് ഇനി ബിൽഡിംഗ് ഒന്നും ചെയ്യാൻ കുറച്ച് സമയം വേണം. കാരണം നമുക്ക് അതിനുള്ള സാധനങ്ങൾ നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലാണ് നമുക്ക് എന്തോരം കിട്ടും, പക്ഷെ മറ്റേതിനകത്ത് കിട്ടൂല. അപ്പം എന്തായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇല്ലവിടെ, അതുപോലെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുക. വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഇപ്പോൾ സൈൻ പീസ് ആൻഡ് ബൈ. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.